നിലമ്പൂർ അംഗം പൊടിപാറുമ്പോൾ പല വിധത്തിലുള്ള സർവേകളും പുറത്തു വരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ലോക് പോൾ സർവേയാണ്. ലോക് പോൾ സർവേ വളരെ ശ്രദ്ധേയമായ സർവേയായി പലപ്പോഴും മാറാറുണ്ട്. നിലമ്പൂരിൽ UDF, അതായത് ആര്യാടൻ ഷൗക്കത്ത്, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് ലോക് പോൾ സർവേ പറയുന്നത്. 48% വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് നേടാൻ കഴിയുമെന്നും 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് വിജയിക്കുമെന്നും ലോക് പോൾ സർവേ പറയുന്നു. അതിന് അവർ പല വിധത്തിലുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സ്വരാജ് വന്നിറങ്ങിയ സ്ഥാനാർത്ഥിയാണ്, അതായത് ഒരു പാരച്യൂട്ട് കാൻഡിഡേറ്റ്. മറ്റൊന്ന്, വന്യജീവി ആക്രമണമാണ്. അതിനും അപ്പുറം അവർ ചൂണ്ടിക്കാണിക്കുന്നത് ലീഗ് നേതാക്കൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ചെലുത്തുന്ന സ്വാധീനമാണ്. പലപ്പോഴും ലീഗ് കോൺഗ്രസിനോട് ഇടഞ്ഞാണ് നിലമ്പൂരിൽ നിൽക്കുന്നത്. പക്ഷേ ഇത്തവണ ലീഗ് നേതാക്കൾ ഒറ്റക്കെട്ടായി നിലമ്പൂരിൽ നിൽക്കുന്നു. ഇതെല്ലാം കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു കയറും എന്നാണ് ലോക് പോൾ സർവേ പറയുന്നത്. ലോക് പോൾ സർവേ വന്നതിന് ശേഷം UDF ക്യാമ്പ് ആവേശത്തിലാണ് എന്നതും ശ്രദ്ധേയം. വൻ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന ലോക് പോൾ സർവേ UDFനെ ആവേശഭരിതമാക്കി മാറ്റിയിരിക്കുന്നു. പക്ഷേ ലോക് പോൾ സർവേയിൽ ഒരുപാട് പാളിച്ചകൾ ഉണ്ട്. ലീഗ് ഒറ്റക്കെട്ടായി UDFനോടൊപ്പമാണ് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ലീഗ് ഒറ്റക്കെട്ടായി UDFനോട് ഒപ്പം ഇല്ല. ലീഗിൻ്റെ മാനസപുത്രൻ PV അൻവറാണ്. ലോക് പോൾ സർവേയുടെ മറ്റൊരു പാളിച്ച PV അൻവർ 4ാം സ്ഥാനത്തേക്ക് പോകും എന്നതാണ്. അവിടെ BJP കാൻഡിഡേറ്റ് 3ാം സ്ഥാനവും PV അൻവർ 4ാം സ്ഥാനവും നേടും. അത് തെറ്റാണ്. PV അൻവറാണ് ഇപ്പോൾ പ്രധാന ശക്തി നിലമ്പൂരിൽ. സ്വരാജ് പാരച്യൂട്ട് കാൻഡിഡേറ്റും അല്ല, വന്നിറങ്ങിയ കാൻഡിഡേറ്റ് അല്ല. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ ലോക് പോൾ സർവേ ഇത്തവണ പിഴയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. ലോക് പോൾ സർവേ വന്നതിന് ശേഷം UDF ക്യാമ്പുകൾ ആവേശഭരിതമായി എന്നത് ശ്രദ്ധേയമാണ്. UDFനൊരു ഉണർവ് കിട്ടി. കാരണം അങ്ങനെ ലോക് പോൾ സർവേ വലുതായിട്ട് പിഴയ്ക്കാറില്ല, അതാണ് അവരുടെ പ്രത്യേകത. പക്ഷേ കേരളത്തിൽ അവർ നടത്തിയ സർവേ പിഴച്ചിരിക്കുന്നു. ഒന്നാമത്തെ പിഴവെന്ന് പറഞ്ഞാൽ PV അൻവർ 3ാം സ്ഥാനത്തേക്ക് പോകില്ല, 4ാം സ്ഥാനത്തേക്ക് പോകില്ല. അറ്റ്ലീസ്റ്റ് 3ാം സ്ഥാനമെങ്കിലും അദ്ദേഹം നേടും. രണ്ടാമത്തെ പിഴവ്, അവിടെ യുദ്ധം നടക്കുന്നത് സ്വരാജും ആര്യാടൻ ഷൗക്കത്തും തമ്മിലല്ല, സ്വരാജും PV അൻവറും തമ്മിലാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. മറ്റൊന്ന്, ഈ 48% വോട്ട് ഷൗക്കത്തിന് ലഭിക്കണമെങ്കിൽ ലീഗ് അണികൾ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യണം. ലീഗ് അണികൾ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം ലീഗിനെ റാഞ്ചിയെടുത്തിരിക്കുന്നു PV അൻവർ. ഇതൊക്കെയാണ് ലോക് പോൾ സർവേയുടെ പാളിച്ചകൾ. ലോക് പോൾ സർവേ വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയും പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഒക്കെ പ്രധാനപ്പെട്ട ചാനലുകളും ഒക്കെ അതിനെ അങ്ങ് ആഘോഷിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന് ഒരു പുനർജന്മം കിട്ടിയ മാതിരിയാണ് കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ അവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ലോക് പോൾ സർവേ ഇത്തവണ പിഴയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. 48% വോട്ട് ഷൗക്കത്ത് നേടും എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഒരു കാരണവശാലും നടക്കാത്ത കാര്യം. ഷൗക്കത്ത് അവിടെ കിതയ്ക്കുകയാണ്. മാത്രമല്ല PV അൻവർ മുന്നേറുകയാണ്. സ്വരാജും PV അൻവറും തമ്മിലാണ് യഥാർത്ഥ യുദ്ധം എന്ന രീതിയിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. പിന്നെ അവർ പറയുന്നത് പ്രിയങ്ക ഗാന്ധിയും മറ്റുമൊക്കെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ വലിയൊരു ഓളം അവിടെ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ്. അവിടെയും പാളിച്ചയുണ്ട്.
പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അല്ല ആര്യാടൻ ഷൗക്കത്ത്. അവർ പ്രചരണത്തിന് വേണ്ടി വന്നാലും ഇല്ലെങ്കിലും ആര്യാടൻ ഷൗക്കത്തിൻ്റെതായ വോട്ടുകൾ ലഭിക്കും. നിലമ്പൂർ പ്രത്യേക മണ്ഡലമാണ്. മുസ്ലിം ലീഗ്, SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ വിവിധ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. അതിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ UDFന് ലഭിക്കും എന്ന സൂചന വരുമ്പോൾ നിലമ്പൂരിലുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ ആർക്ക് എന്ന ചോദ്യവും ബാക്കിയാവുന്നു. ക്രിസ്ത്യൻ വോട്ടുകളും BDJS വോട്ടുകളും ഒക്കെ സ്വരാജിലേക്ക് മറിയും. അതാണ് നിലമ്പൂരിൻ്റെ അംഗത്തിൻ്റെ പ്രത്യേകത. എന്തായാലും ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത്. സ്വരാജിന് അനുകൂല ഘടകങ്ങൾ ഏറെയുണ്ട്. ആ അനുകൂല ഘടകങ്ങൾ കണ്ടെത്താൻ ലോക് പോൾ സർവേക്ക് കഴിഞ്ഞിട്ടുമില്ല. സ്വരാജിൻ്റെ ഏറ്റവും വലിയ അനുകൂല ഘടകം അദ്ദേഹത്തിൻ്റെ ജന്മദേശമാണ് നിലമ്പൂർ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഏറ്റവും സ്വാധീനമുള്ള പ്രദേശമാണ് നിലമ്പൂർ. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത അൻവർ പിടിക്കുന്ന വോട്ടുകളാണ്. മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ അൻവർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ്. പിന്നീടുള്ള സ്വരാജിന് കിട്ടുന്ന മുൻതൂക്കം അത് വളരെ ശ്രദ്ധേയമാണ്. ആ മുൻതൂക്കം ക്രിസ്ത്യൻ വോട്ടുകൾ സ്വരാജിലേക്ക് മറിയും എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി ആദ്യഘട്ടത്തിൽ സ്വരാജിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും സ്വരാജിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പിന്നീട് വെൽഫെയർ പാർട്ടി UDFൻ്റെ അസോസിയേറ്റഡ് അംഗമായി മാറുന്ന കാഴ്ചയൊക്കെ, അതിനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് നാം കണ്ടു. ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും UDFലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ എതിർക്കുന്ന സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകളുടെ വോട്ടുകൾ സ്വരാജിലേക്ക് മറിയും. ക്രൈസ്തവ സംഘടനകളുടെ വോട്ടുകൾ, ക്രൈസ്തവ പ്രസ്ഥാനങ്ങളുടെ വോട്ടുകൾ സ്വരാജിലേക്ക് മറിയും. അതൊക്കെയാണ് പ്രത്യേകത. സ്വരാജ് പാരച്യൂട്ട് കാൻഡിഡേറ്റ് ആണെന്ന ലോക് പോൾ സർവേയിലെ അഭിപ്രായം തെറ്റാണ്. കാരണം അത് അയാളുടെ ജന്മദേശമാണ്. നിലമ്പൂർ അയാളുടെ ജന്മദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക് പോൾ സർവേ പിഴയ്ക്കും. ലോക് പോൾ സർവേ ഇത്തവണ പിഴയ്ക്കാനുള്ള കാരണം മുസ്ലിങ്ങളുടെ മനസ്സ് അറിയാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് സാമ്പിളുകൾ ശേഖരിച്ചാണ് അവർ സർവേ നടത്തിയിരിക്കുന്നത്. അതിലൊരു തർക്കവുമില്ല. ഒരുപാട് സാമ്പിളുകൾ ശേഖരിച്ചും ഒരുപാട് കഷ്ടപ്പെട്ടുമൊക്കെയാണ് ലോക് പോൾ സർവേ പുറത്തു വരുന്നത്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന ലോക് പോൾ സർവേയുടെ പ്രവചനം ഇത്തവണ പിഴയ്ക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. നിലമ്പൂരിൻ്റെ മണ്ണ്, ആ മണ്ണിൻ്റെ പ്രത്യേകതകൾ, ആ മണ്ണിൽ വസിക്കുന്ന ജനങ്ങളുടെ മനസ്സ്, ഇതൊന്നും തിരിച്ചറിയാൻ ലോക് പോൾ സർവേക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൊന്നും ജയിക്കാൻ പോകുന്നില്ല. മറിച്ച് ആര്യാടൻ ഷൗക്കത്ത് 3-ാം സ്ഥാനത്തേക്ക് പോകും എന്ന പൊളിറ്റിക്സ് കേരള സർവേ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വിശകലനം ചെയ്യാം.